പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? അതോ നിരാശയിലാണോ? പലരും നിരാശയിലാണ്. അതാണ് ദൈവം ഇന്നൊരു വാക്ക് തന്നിരിക്കുന്നത്. യേശു നിങ്ങളെ നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? എന്റെ മകനെ, മകളെ, നീ നിരാശപ്പെടരുത്, ഞാനുണ്ട് നിനക്ക് എന്ന് ദൈവം പറയുന്നു. ഞാൻ നിരാശപ്പെട്ടിട്ടില്ലല്ലോ, നന്നായിട്ടല്ലേ ഉള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടോ? ലൂക്കോസ് 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുത്തു പോയിരിക്കുന്നുവല്ലേ? മുൻപ് പ്രാർത്ഥിച്ചിരുന്നത് പോലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. രാവിലെ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവത്തിന്റെ പാദത്തിൽ ചെന്നിരിക്കുന്നില്ല. മുൻപ് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ അത് ഏതാനും മിനിറ്റുകളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് ധൃതി പിടിച്ച് ഓടുന്നു. കാരണം ഞാൻ ചോദിച്ചതൊന്നും ദൈവം ചെയ്തു തന്നിട്ടില്ല. ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു, കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ലല്ലോ എന്ന് തളർന്നു പോയോ? നിരാശ എന്നത് സാത്താൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ്. നമ്മുടെ പ്രാർത്ഥനയെ നിർത്താനും നമ്മുടെ പ്രാർത്ഥനയെ തടയാനും അവൻ പ്രയോഗിക്കുന്ന ഒരായുധമാണത്. പക്ഷേ ദൈവം എന്താണ് പറയുന്നത്? എന്റെ മകനെ, മകളെ, മടുത്തു പോകാതെ നീ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവമേ, പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ 8-ാം വാക്യത്തിൽ പറയുന്നു, വേഗത്തിൽ ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന്. എത്രയും പെട്ടെന്ന് അത്ഭുതം നടക്കുവാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ചില്ലേ, ആ കാര്യത്തിൽ മാറ്റം നടക്കും. നിന്റെ വീട്ടിലും നിന്റെ ഓഫീസിലും നിന്റെ ബിസിനസ്സിലും രാജ്യത്തും നീ പ്രാർത്ഥിച്ച കാര്യത്തിൽ അത്ഭുതം നടക്കും. ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചതിന് നേരെ മറിച്ചാണ് നടക്കുന്നത് എന്ന് പറയുകയാണോ? അതൊരു നിമിഷം കൊണ്ട് മാറ്റാൻ ശക്തനാണ് ദൈവം. ദൈവം പറയുന്നു, വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ന്യായം നടത്തും. അപ്പോൾ വേഗം തന്നെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് നടക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ച കാര്യത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. അതിനാൽ തളർന്നു പോകരുത്, തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കെ. ദൈവം പറയുന്നു, വിട്ടുകളയരുത്, പ്രാർത്ഥന വിട്ടുകളയരുത്. തുടർന്നും പ്രാർത്ഥിക്കും മകനെ, മകളെ എന്ന് പറയുന്നു. അതിനാൽ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളൊരു സമയം നിശ്ചയിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള വിഷയം എഴുതി വെച്ച് അത് തുടർന്ന് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്ന് എഴുതി വെക്കൂ. എന്നാണ് ഉത്തരം കിട്ടിയതെന്നും എഴുതി വെച്ച് നോക്കൂ. എന്നിട്ടത് പരിശോധിച്ചു നോക്കൂ. മനസ്സിലെ നിരാശ മുഴുവനും മാറും. ഇത്രയും കാര്യങ്ങൾക്ക് ദൈവം എനിക്ക് ഉത്തരം തന്നിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം നടന്നിരിക്കുന്നു എന്ന് നിങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളാണത് ശ്രദ്ധിക്കാത്തത്. പ്രാർത്ഥിച്ചിട്ട് അത് മറന്നുപോകുന്നു. നാടിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഓർത്തു നോക്കൂ. ധാരാളം നല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നു. നിങ്ങളുടെ സഭയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും അല്ലെങ്കിൽ നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലും നിങ്ങൾ പ്രാർത്ഥിച്ച് അനേകം കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആലോചിക്കുന്നേയില്ല, എന്നിട്ട് ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ഒന്നും നടന്നില്ലല്ലോ എന്ന് തളർന്നു പോകുന്നു. ദൈവം പറയുന്നു, അതിലും അത്ഭുതം നടക്കും. നീ നിരാശപ്പെടേണ്ട മകളെ, മകനെ എന്ന് പറയുന്നു. എഴുന്നേൽക്കൂ, നന്നായി പ്രാർത്ഥിക്കൂ. ഞാൻ നിരാശപ്പെടില്ല ദൈവമേ, ഞാൻ തളരാതെ പ്രാർത്ഥിക്കും. എന്ത് നടന്നാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, പ്രാർത്ഥിച്ചിട്ട് എന്താ ബലമുണ്ടായതെന്ന് കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും ശരി, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അത്ഭുതം നടക്കും, മാറ്റമുണ്ടാകും. വേഗം തന്നെ എനിക്ക് ന്യായം പാലിച്ചു തരും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ. ഉടനെ അത്ഭുതം നടക്കും. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ നിരാശപ്പെടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത്ഭുതം കാണുന്നതുവരെ പ്രാർത്ഥിക്കും. വേഗം ഈ കാര്യത്തിൽ എനിക്ക് അത്ഭുതം നടക്കാൻ പോകുന്നതിനായി അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.